ഇനി ഇതിലേക്ക് പരിപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നൊരു സ്പെഷ്യൽ ഡിഷാണിത്. ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആയിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ദാൽ ഫ്രൈ അഥവാ ദാൽ തടുക്കയാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ദാൽ ഫ്രൈ ഉണ്ടാക്കാൻ ആവശ്യമായ ചേരുവകൾ എന്തെല്ലാമെന്ന് നോക്കാം. പരിപ്പ് 2 വലിയ കപ്പ് വേവിച്ചെടുത്തത്, ഉള്ളി 2 വലുത് ചെറുതായി അരിഞ്ഞെടുത്തത്, തക്കാളി 3 എണ്ണം ചെറുതായി അരിഞ്ഞെടുത്തത്, പുളി അനുസരിച്ച് 4 എണ്ണം വരെ എടുക്കാം, ജീരകം 1 ടേബിൾ സ്പൂൺ, 2 ചുവന്ന മുളക്, ഇഞ്ചി വെളുത്തുള്ളി മല്ലി എന്നിവ ചതച്ചെടുത്തത്, മല്ലിച്ചപ്പ്, ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി ആവശ്യത്തിന്. ഇനി നമുക്ക് ഒരു പാന് ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ശേഷം ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് ചേർക്കാം. ചുവന്ന മുളക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഉള്ളി കൂടി ചേർത്ത് ഒന്ന് വഴറ്റാം. ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി മല്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ശേഷം അല്പം ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ശേഷം നമുക്കിതിലേക്ക് തക്കാളി കൂടി ആഡ് ചെയ്യാം. തക്കാളി ഇട്ട് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചായി വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കാം. കുറച്ച് ലൂസാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് കട്ടിയായാൽ അത് ചൂടാറുന്നതനുസരിച്ച് വീണ്ടും കട്ടിയാവും. അതുകൊണ്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. നിങ്ങൾക്ക് നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് ലൂസാക്കി എടുക്കാം. ഒരുപാട് കട്ടിയാവരുത്. അപ്പം ഞാൻ ഓൾറെഡി പരിപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്തതാണ്. അതുകൊണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മാത്രം ചേർത്താൽ മതി. ശേഷം അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു തിള വരുന്നത് വരെ മൂടി വെച്ച് നോക്കാം. തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദാൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിച്ചപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നല്ല ടേസ്റ്റി ദാൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. നല്ല ടേസ്റ്റി ഓസം ദാൽ ഫ്രൈ അഥവാ ദാൽ തഡ്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.